ഹലോ ഡിയേഴ്സ്, ഞാനിപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് കോഴിക്കോട് വടകരയിൽ നിന്ന് നീലേശ്വരത്തേക്കാണ്. അപ്പോൾ എൻ്റെ ജേണിയിൽ എല്ലാവരും ഞാൻ സ്വാഗതം ചെയ്യുന്നു. വെൽക്കം ടു അനുസ് ഹാപ്പി കോർണർ. ഇപ്പോൾ ഈ ഫേസ് കൊണ്ട് ഇത്രയും എക്സ്പ്രഷൻ ഇടുന്ന എൻ്റെ പൊന്നുമോൻ്റെ ഹാപ്പി ബർത്ത്ഡേ ആണ് ഈ കഴിഞ്ഞ 26-ന് ഉണ്ടായിരുന്നത്. റിപ്പബ്ലിക് ഡേ ആയിരുന്നെന്നാണ് എൻ്റെ ഋതു ബേബി ജനിച്ചത്. അവൻ്റെ 4th ബർത്ത്ഡേ ആണ്. അപ്പോൾ അത് ആഘോഷിക്കാനും കുറച്ച് സെലിബ്രേറ്റ് ചെയ്യാനും കേക്ക് കട്ട് ചെയ്യാനൊക്കെ ആയിട്ട് ഞാൻ വടകരയിൽ നിന്ന് നീലേശ്വരത്തേക്ക് വരികയാണ്. അപ്പം എൻ്റെ ഫാമിലി നീലേശ്വരത്താണ് ഉള്ളത്. അപ്പോൾ വടകരയാണ് അച്ഛനും ധനേശ്വരൻ്റെ അച്ഛനും അമ്മയൊക്കെ അവിടെയാണുള്ളത്. അപ്പോൾ നമ്മളെല്ലാവരും കൂടി ഒരുമിച്ച് ഗ്യാദർ ചെയ്യാൻ വേണ്ടിയിട്ട് നീലേശ്വരത്തേക്ക് വരുവാണ് ചെയ്യുന്നത്. അപ്പം ഇപ്പോൾ കണ്ണൂർ സ്റ്റേഷനെത്തി. കണ്ണൂരിൽ നല്ല തെയ്യങ്ങളുടെയൊക്കെ ഒരുപാട് ഫോട്ടോസും കേരളത്തിലെ എല്ലാ കലാരൂപങ്ങളുടെ ഫോട്ടോസൊക്കെ വരച്ചിട്ടുണ്ടായിരുന്നു ആ ചുമരിൽ. അങ്ങനെ ഞങ്ങൾ 25-ന് നീലേശ്വരത്തെത്തി. ജാനുവരി 25-ന് 26-നാണ് മോൻ്റെ ബർത്ത്ഡേ വരുന്നത്. പിറ്റേ ദിവസം രാവിലെ ഞങ്ങളെല്ലാവരും കൂടി കുളിച്ച് അമ്പലത്തിലൊക്കെ പോയി. പെരിങ്ങാര ദുർഗാ ഭഗവതി ക്ഷേത്രം ചായോത്ത്, അവിടെയാണ് ഞങ്ങൾ ആദ്യമായിട്ട് പോയത്. അവിടെ തൊഴുത് മടങ്ങുന്ന നേരത്ത് മോന് ബർത്ത്ഡേ ആണെന്ന് പറഞ്ഞപ്പോൾ അവർ പായസമൊക്കെ ഉണ്ടായിരുന്നു. നേദിച്ച പായസമൊക്കെ മോനെ കൊണ്ട് കഴിപ്പിച്ചു. പിന്നെ അവൻ്റെ പേരിലൊരു പുഷ്പാഞ്ജലി കഴിച്ചു. അപ്പോൾ ഒരു ഹാപ്പി ഫീൽ, ഒരു പീസ്ഫുൾ മൈൻഡോടുകൂടി നമ്മൾ അവിടുത്തെ ഇറങ്ങി ദേവിയുടെ അമ്പലത്തിൽ നിന്ന്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് കിനാനൂർ ശിവക്ഷേത്രത്തിലാണ്, സദാശിവക്ഷേത്രത്തിലാണ് നമ്മൾ പോയത്. അത് ഭയങ്കര രസമുള്ള ഒരു അമ്പലമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ അമ്പലത്തിൻ്റെ ഒരു സ്ട്രക്ചറൊക്കെ. നമ്മുടെ തൊട്ടടുത്ത് തേജസ്വിനി പുഴയാണ്. അമ്പലത്തിൻ്റെ തൊട്ടടുത്ത് ഇത്രയും ഭംഗിയുള്ള തേജസ്വിനി പുഴ ഒഴുകുന്നുണ്ട്. ഒരു പഴയ തറവാട് വീടിനോടൊക്കെ സാദൃശ്യം തോന്നുന്ന രീതിയിലാണ് ഈ അമ്പലത്തിൻ്റെ നിർമ്മിതി എന്ന് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. ആ പരമ്പരാഗത ഭംഗി ഒട്ടും തന്നെ കുറയാതെ അത്രയും തന്മയത്വത്തോടു കൂടിയിട്ടാണ് ഈ അമ്പലം ഉണ്ടാക്കിയിട്ടുള്ളത്. ഒരുപാട് വർഷത്തെ പഴക്കം ഉണ്ട് താനും. അതുകൊണ്ട് തന്നെ എൻ്റെ ചെറുപ്പകാലത്തൊക്കെ എൻ്റെ പിറന്നാളിനും വിശേഷപ്പെട്ട ദിവസങ്ങളിലൊക്കെ ഇവിടെ വരുന്നതുകൊണ്ട് എനിക്ക് ഭയങ്കരമായിട്ടൊരു പേഴ്സണൽ അറ്റാച്ച്മെൻറ്റ് ഈ അമ്പലത്തിനോടുണ്ട്. ഭയങ്കര ഒരു ഇഷ്ടമാണ് ഈ അമ്പലത്തിൽ വരാനും തൊഴാനും ഒക്കെ. അതുകൊണ്ട് തന്നെ എൻ്റെ മോനുണ്ടാവുന്ന സമയത്ത് ഈ 4ാം പിറന്നാളിനൊക്കെ ഇവിടെ വന്ന് തൊഴാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷം തോന്നുന്നു. നമ്മളെത്തുമ്പോൾ പൂജയ്ക്കായിട്ട് അടച്ചിട്ടുണ്ടായിരുന്നു അമ്പലം. അങ്ങനെ കയറി തൊഴുത് സന്തോഷത്തോടെ മടങ്ങി. അത് കഴിഞ്ഞ് ഞങ്ങൾ പോയത് ഒറിക്സ് വില്ലേജിലേക്കാണ്. ഒറിക്സ് എൻ്റെ വീഡിയോ കാണുന്നവർക്കറിയാം, ഞങ്ങൾ പലപ്പോഴായിട്ട് ഫാമിലി ഗെറ്റ് ടുഗെദർ വരുമ്പോൾ അവിടെയാണ് പോകാറുള്ളത്. ഏട്ടനൊക്കെ വരുമ്പോഴും എല്ലാ ഫാമിലീസിൽ എല്ലാവരും കൂടുമ്പോഴൊക്കെ ഒറിക്സ് വില്ലേജിലാണ് വരിക, കാഞ്ഞങ്ങാടുള്ള ഒറിക്സ് വില്ലേജിൽ. അപ്പം ഇതൊരു ഭയങ്കര ഒരു രസമുള്ള ആംബിയൻസ് ഒക്കെ ഉള്ള റെസ്റ്റോറൻ്റാണ്. ഇവിടെ ഒരു ഫുൾ ഫാമിലി വന്നു കഴിഞ്ഞാൽ നല്ല ഫുഡീസിന് നല്ല അടിപൊളിയായിട്ട് ഭക്ഷണം കഴിക്കാം, നല്ല രീതിയിൽ ഇവിടെ ടൈം സ്പെൻഡ് ചെയ്യാം, നല്ല ഫോട്ടോസ് എടുക്കാം, ഒരുപാട് നേരം നമുക്ക് സംസാരിച്ചിരിക്കാം പുറത്തൊക്കെ. അതുകൂടാതെ കുട്ടികളെയും കൂട്ടിയാണ് നമ്മൾ വരുന്നതെങ്കിൽ അവർക്ക് കളിക്കാനുള്ളൊരു പ്ലേ ഏരിയ ഒക്കെ ആയിട്ട് ഭയങ്കര അടിപൊളി റെസ്റ്റോറൻ്റാണ്. അപ്പം എല്ലാവരും ഇപ്പം ഒരുപാട് ഫുഡീസൊന്നും അല്ലെങ്കിലും ഇവിടെയൊക്കെ ഒന്ന് ജസ്റ്റ് വന്നിട്ട് സമയം ചിലവഴിക്കാനെങ്കിൽ ഇവിടെയൊക്കെ ഒന്ന് സ്പെൻഡ് ചെയ്യാവുന്നത് നല്ലതായിരിക്കും. ഒറിക്സ് വില്ലേജ് കാഞ്ഞങ്ങാടാണിത്. ഓക്കെ, അത് കഴിഞ്ഞ് മോനെയും കൊണ്ട് നമ്മൾ അവിടെ ഇരുന്നു. അവന് നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ എന്താ വേണ്ടതെന്നൊക്കെ നമ്മളിങ്ങനെ നോക്കുമായിരുന്നു. അങ്ങനെ നമ്മൾ സ്റ്റാർട്ടറായിട്ട് പറഞ്ഞിരിക്കുന്നത് ഡ്രാഗൺ ചിക്കനാണ്. ഡ്രാഗൺ ചിക്കൻ അതൊക്കെ വന്നു. നമ്മളെല്ലാവരും പ്ലേറ്റ് ഷെയർ ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചിക്കൻ ലോലിപോപ്പും കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതും കൂടി വന്നു. പിന്നെ നമ്മൾ ദം ബിരിയാണി, ഫ്രൈഡ് റൈസ്, പിന്നെ ഗാർലിക് ചിക്കൻ, ഇതൊക്കെയാണ് നമ്മൾ മെയിൻ കോഴ്സായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവരും വളരെ സന്തോഷത്തോടു കൂടി ഭയങ്കര ആസ്വദിച്ചിട്ട് ഫുഡൊക്കെ കഴിച്ചു. എല്ലാവരും കൂടി ഇത്രയും പേരാണ് നമ്മൾ ഉണ്ടായിരുന്നത് കേട്ടോ.
ഭക്ഷണമൊക്കെ കഴിച്ച് നമ്മൾ കുട്ടികളെയും കൊണ്ട് കുറേ നേരം പാർക്കിലൊക്കെ കളിക്കാൻ പോയി. അങ്ങനെ ഹാപ്പി ആയിട്ട് റിതു ബേബീൻ്റെ ബർത്ത്ഡേ ഇങ്ങനെ സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി കേക്ക് കട്ടിങ് കൂടിയുണ്ട്. അത് നമ്മൾ വീട്ടിൽ പോയിട്ടാണ് ചെയ്യുന്നത്. ഒരു ബർത്ത്ഡേ സെലിബ്രേഷനിലുപരി നമ്മൾ ഫാമിലി ആയിട്ട് ഇപ്പോൾ എൻ്റെ അച്ഛനും അമ്മയും വടകരയിലെ അച്ഛനും അമ്മയും എല്ലാവരും കൂടി ഒരു ഗ്യാതറിംഗ് ആണ് ഞാൻ ആക്ച്വലി ഉദ്ദേശിച്ചത്. അപ്പോൾ അത് ഭംഗിയായിട്ട് അതൊക്കെ കഴിഞ്ഞു. നല്ല സന്തോഷമായിരുന്നു എല്ലാവർക്കും മടങ്ങുമ്പോൾ. കുട്ടികളൊക്കെ കുറേ നേരം കളിച്ചതിന് ശേഷം നമ്മൾ വീട്ടിൽ പോയിട്ട് കേക്ക് കട്ടിങ് ചെയ്തു. അപ്പോൾ അതിൻ്റെ വീഡിയോയും കൂടി കാണാം. അതിൻ്റെ കൂടെ റിതു ബേബിക്ക് റിതു ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച ഒരു സർപ്രൈസ് ഗിഫ്റ്റ് ഉണ്ട്. അത് ഏകദേശം റിതുവിന് ക്ലൂ കിട്ടി അല്ലേ? ഇതിൻ്റെ അകത്ത് എന്താ വാവേ? കാറാണ്. അപ്പോൾ കാറാണെന്നുള്ള ഐഡിയ റിതുവിന് ഏകദേശം അറിയായിരുന്നു. അപ്പോൾ വലിയ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ഓടിക്കുന്ന പോലത്തെ ഒരു വലിയൊരു ബിഗ് ടോയ് കാറാണ്. അപ്പോൾ ഏകദേശം റിതുവിന് അത് മനസ്സിലായിട്ട് ഇങ്ങനെ തുള്ളി കളിച്ചുകൊണ്ടിരിക്കുന്ന സീനാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഹാപ്പി ആയില്ലേ റിതു? അപ്പം നമ്മളിത് അച്ഛനാണ് അതൊക്കെ ഇങ്ങനെ പൊട്ടിക്കുന്നത്. എന്നിട്ട് റിതുവിനോട് തന്നെ അൺബോക്സ് ചെയ്യാൻ പറയുന്നുണ്ട് ഇങ്ങനെ. അപ്പോൾ അതൊക്കെ ആണ് കാണുന്നത്. കേക്ക് കട്ടിങ്ങിൻ്റെ ഇടയിലാണ് ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇടയിൽ പിന്നെ റിതു എവിടെ പോയി? എന്ത് ചെയ്യുന്ന? പാർക്ക് പോയി വന്നിട്ട് നമ്മളിപ്പോൾ എന്ത് ചെയ്യുന്ന? കേക്ക് കട്ട് ചെയ്യുന്ന അല്ലേ? അപ്പോൾ നമ്മുടെ ഇവിടെ ഒരു 2 കുഞ്ഞുങ്ങളുണ്ട്. ഏട്ടൻ്റെ കുഞ്ഞിനും ഉണ്ട്. അപ്പോൾ 2 കുഞ്ഞുങ്ങളും കൂടി ഒരുമിച്ചാണ് കേക്ക് കട്ട് ചെയ്യുന്നത്. നമ്മൾ എന്ത് സെലിബ്രേറ്റ് ചെയ്യുമ്പോഴും എല്ലാം ഒരുമിച്ചാണ്. 2 കുഞ്ഞുങ്ങളുമാണ് ഒന്നിച്ച് ചെയ്യുക. അപ്പോൾ ആ ഒരു കേക്ക് കട്ടിങ് സെറിമണിയാണ് ഇവിടെ നടക്കുന്നത്. ഭയങ്കര ഹാപ്പി ആയിട്ടോ. ഹാപ്പി ബർത്ത്ഡേ വാവേ. താങ്ക് യു. അപ്പം റിതുവിന് മാമിയും അച്ഛനും അച്ഛമ്മയും അമ്മമ്മയും എല്ലാവരും കൂടി കേക്കൊക്കെ കൊടുത്തു. എല്ലാവരും 2 കുഞ്ഞുങ്ങൾക്ക് ഒരുപോലെ കേക്കൊക്കെ കട്ട് ചെയ്ത് കൊടുത്തു. അപ്പോൾ 2 പേരുടെയും ബർത്ത്ഡേ സെലിബ്രേഷനാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്, കോമഡി ആയിട്ട്. അപ്പോൾ ഞങ്ങളുടെ ഇച്ചൂട്ടനും റിതുവാവയാണ് ഇത്. അപ്പോൾ ഞങ്ങളുടെ വീട്ടിലെ 2 കുഞ്ഞുങ്ങളാണ്. പുതിയതായിട്ട് എൻ്റെ വീഡിയോ കാണുന്നവരോടാണ് ഞാനിപ്പോൾ ഫാമിലീനെയൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് കേട്ടോ. ഇതാണ് റിതുവാവയ്ക്ക് റിതുവിൻ്റെ അച്ഛൻ UK നിന്ന് ഓൺലൈനായിട്ട് ഓർഡർ ചെയ്ത ഒരു കാറാണിത്, ടോയ് ആണ്. അപ്പോൾ അത് നമ്മൾ അൺബോക്സിങ് സെറിമണിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ റിവീൽ ചെയ്യുമ്പോൾ എൻ്റെ ഹാപ്പിനെസ് ഇപ്പം കാണാം.
എല്ലാവരും ഋതുവിന് ഭയങ്കര സന്തോഷമായിട്ട് ബർത്ത്ഡേ ഗിഫ്റ്റൊക്കെ കൊടുത്തതാണ്. ഇത് അച്ചച്ചനും അച്ചമ്മയാണ് ഋതുവിൻ്റെ. അത് കഴിഞ്ഞിട്ട് അമ്മമ്മയും അച്ചച്ചനൊക്കെ ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട്. ഇത് അച്ചച്ചൻ കൊടുത്തൊരു ഗിഫ്റ്റാണ്, നല്ലൊരു ഡ്രസ്സാണ് ഋതുവിന് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഋതു ഫോട്ടോയ്ക്ക് ഇങ്ങനെ പോസ് ചെയ്ത് നിൽക്കുന്നതാണ്. അപ്പോൾ ഷേക്ക് ഹാൻഡ് കൊടുക്കാനെല്ലാം മറന്നുപോയി. അതിൻ്റെ ഇടയിൽ അമ്മമ്മയാണ് അവൾക്ക് വാങ്ങിയത്. ഒരു ഗിത്താറാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇത് കുറേ നാളായി ഗിത്താർ വേണം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ടോയാണ് ഗിത്താർ, ഇങ്ങനെ നമ്മൾ കളിക്കുന്ന ടോയ് ഗിത്താറാണ് കൊടുത്തിരിക്കുന്നതെന്ന് തോന്നുന്നു. നമുക്ക് അൺബോക്സ് ചെയ്യുന്ന വീഡിയോയും കൂടി ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളൊരു ബർത്ത്ഡേ ആയിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഋതു. ഇത്രയും ഹാപ്പി ആയിട്ട് അവനെ ഇങ്ങനെ അടുത്തിടെയൊന്നും കണ്ടിട്ടേ ഇല്ല. ഫുൾ ഓഫ് ഹാപ്പിനെസ് ആയിരുന്നു. അത് അയച്ചുട്ടനും മാമിയും കൂടെ ഋതുവേട്ടന് ഒരു ഒറിജിനൽ ഗിത്താറാണ് മേടിക്കുന്നത് കേട്ടോ. കണ്ടോ ആ ക്യൂട്ട്നെസ് കണ്ടോ, കുഞ്ഞുങ്ങളെ ഇവർ ഭയങ്കര സ്നേഹമാണ്. ചെറിയ ഇങ്ങനെ സാധനം കൊടുക്കാത്തതിന് ചെറിയ പൊട്ടലും ചീറ്റലൊക്കെ ഉണ്ടാവുന്നേ ഉള്ളൂ. ഭയങ്കര സ്നേഹമാണ് ഈ ഏട്ടനും അനിയനും. അപ്പോൾ ഈ കുഞ്ഞനിയനും അമ്മമ്മ ദ ഗിഫ്റ്റ് വാങ്ങിയിട്ടുണ്ട്. കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ നമ്മളെ വീട്ടിൽ എന്ത് സെലിബ്രേഷൻ ഉണ്ടായാലും ഇവർ രണ്ടുപേർക്കും കൂടി ഒരുമിച്ചാണ് ചെയ്യുക. ഇത് ഇച്ചൂട്ടന് കൊടുത്ത ഗിഫ്റ്റാണ് അമ്മമ്മ. അത് ഋതു ബേബിക്ക് തന്നെ ഇച്ചൂട്ടൻ കൊടുക്കുകയാണ്. ഇത് കൂടാണ്ട് ഋതുവിനൊരു കസേരയും കൂടി അച്ചച്ചൻ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ബ്ലൂ കസേരയാണ് കൊടുത്തിരിക്കുന്നത്. ഒരു ചാരി ഇരിക്കുന്ന കസേര വേണമെന്ന് ഋതു കുറേ നാളായി ഒരു റിക്വയർമെൻറ്റ് പറഞ്ഞിട്ട്. അപ്പോൾ അത് ബർത്ത്ഡേക്ക് ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ഇതാ ചാരി ഇരിക്കുന്ന കണ്ടു നോക്ക്, നല്ല സിംഹാസനത്തിൽ ഇരിക്കുന്നതാണ്. ഇതാണ് ഋതുവിൻ്റെ അച്ഛൻ കൊടുത്തിരിക്കുന്ന കാറ്. ഇതും കൂടി അവൻ ഹാപ്പി ആയിട്ട് റിവീൽ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇന്നത്തെ എൻ്റെ ബർത്ത്ഡേ വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് മൈ ചാനൽ. ഓക്കെ, താങ്ക് യു. അൺബോക്സിങ് വീഡിയോ നാളെ വരും കേട്ടോ.